ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ രാജിവെക്കണമെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തുടരുന്ന മൗനം ദുരൂഹമെന്നും എം.ടി. രമേശ്. ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിലുണ്ടായത് ആകസ്മികമായ വീഴ്ചയല്ല, ആസൂത്രിതമായ വീഴ്ചയാണ്. അതിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണം. ശബരിമലയിൽ അവിടുത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ പങ്കാളിത്തവും നേതൃത്വവും ഒന്നിനു പിറകെ ഒന്നായി വ്യക്തമായിട്ടും മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കാണിക്കുന്ന മൗനവും നിസ്സംഗതയും അങ്ങേയറ്റം ദുരൂഹമാണ്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിട്ടുള്ള ആളുകളാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലുള്ളത്. ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലാകുന്നു. ആ രണ്ടുപേരും CPM-ന്റെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരുമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനി CPM-ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല. ഈ വീഴ്ചയ്ക്ക് ഉത്തരവാദി ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. ശബരിമലയിൽ ഈ പ്രാവശ്യം ഉണ്ടായത് ആകസ്മികമായ വീഴ്ചയല്ല, ആസൂത്രിതമായിട്ടുള്ള വീഴ്ചയാണ്. ആ ആസൂത്രിതമായിട്ടുള്ള വീഴ്ചയ്ക്ക് ഉത്തരവാദി ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് മന്ത്രി ഇതിന്റെ ഉത്തരവാദിത്വം ഏൽക്കണം. അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അർഹത നഷ്ടപ്പെട്ടിരിക്കുന്നു. ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയതിന്റെ പേരിൽ വാസവൻ മന്ത്രി രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. വിശ്വസ്തർ ജയിലിലായിട്ടും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ തുടരുന്ന മൗനം ദുരൂഹമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചന നടന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തല്ല, AKG സെന്ററിലാണ്. SIT കടകംപള്ളി സുരേന്ദ്രനെയും V.N. വാസവനെയും ചോദ്യം ചെയ്യണമെന്നും എം.ടി. രമേശ് ആവശ്യപ്പെട്ടു. തൃശൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നതിൽ നിന്ന് ഡോക്ടർ V. ആതിരയെ മാറ്റിയത് മത്സരിക്കാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ വന്നതിനെ തുടർന്ന് അവർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നതകൾ ഉള്ളതായി വാർത്തകളുണ്ടല്ലോ എന്ന ചോദ്യത്തിന് എല്ലാ വാർത്തകളും സത്യമാകണമെന്നില്ലല്ലോ എന്നായിരുന്നു എം.ടി. രമേശിന്റെ മറുപടി. അവർക്ക് മത്സരിക്കാൻ പ്രായോഗികമായി കുറച്ച് ബുദ്ധിമുട്ട് വന്നു. പ്രായോഗിക പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. കാരണം അവർ കേന്ദ്ര ഗവൺമെന്റിന്റെ ബോഡിയിലെ മെമ്പറാണ്. പഞ്ചായത്ത് രാജ് വകുപ്പിന്റെ ഹിന്ദി ഭാഷാ സമിതിയുടെ ഒരു മെമ്പറാണ് ഇവര്. അതിൻ്റെ ഒരു പ്രോഗ്രാം, ഒരു വർക്ക്ഷോപ്പ് ഡൽഹിയിൽ നടക്കുകയാണ്. ആ വർക്ക്ഷോപ്പിൽ നിന്ന് അവർക്ക് പെർമിഷൻ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. പക്ഷേ അതൊരു പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ട വർക്ക്ഷോപ്പിൽ നിന്ന് അവർക്ക് ആ ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ കൊടുക്കുന്നില്ല. ഞങ്ങളൊരു ശ്രമം നടത്തി നോക്കി, പെർമിഷന് വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ മാറാതെ വേറെ വഴിയില്ല. TCV തൃശൂർ.